ഇന്ന് വാഹന അപകടങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് കേരളത്തിലാണ്, മലയാളികളാണ്. ഒരു ദിവസം ഏതാണ്ട് 13ഓളം പേർ കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു റോഡ് അപകടത്തിൽ മരിക്കുന്നത് ഒരു മലയാളിയാണെന്ന് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം ചെറിയ മനുഷ്യനൊന്നുമല്ല. കേരള കാളിദാസൻ എന്നറിയപ്പെട്ട കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് ഇന്ത്യയിൽ ആദ്യമായി വാഹന അപകടത്തിൽ മരിക്കുന്ന വ്യക്തി. അദ്ദേഹം വൈക്കം ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാതുലനായ കേരള പാണിനി AR രാജരാജവർമ്മയുമായി ഒരു കാറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ കായംകുളത്തിനടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് നായ കുറുക ചാടി. അങ്ങനെ ഡ്രൈവർ വണ്ടി വെട്ടിത്തിരിക്കുകയും അത് ഒരു വലിയ കല്ലിൽ ചെന്ന് കയറി വാഹനമാകെ കുലുങ്ങുകയും മറിയുകയും ചെയ്തു. 69 വയസ്സുകാരനായ കേരളവർമ്മ വലിയകോയി തമ്പുരാന് ഒട്ടനവധി ക്ഷതങ്ങളേൽക്കുകയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 ദിവസം അതേ അവിടെ കിടന്നു. സെപ്റ്റംബർ 22 മരണമടയുകയുമാണ് ചെയ്തത്. 1914 സെപ്റ്റംബർ 20 ഈ അപകടം നടക്കുന്നത്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നത്. അന്ന് ആകെ കേരളത്തിൽ 15 വാഹനമേ ഉള്ളൂ. തിരുവിതാംകൂറിലാണെങ്കിൽ 10 വാഹനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിൽ ആകെ തന്നെ 1000-ൽ താഴെ വാഹനമേ ഉള്ളൂ. ഈ അപകട മരണത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ട്രാഫിക് നിയമങ്ങളും അതിൻ്റെതായ ചട്ടങ്ങളും മറ്റും ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്.